ഗായ്സ്, കഥയിലേക്ക് കടക്കുന്നവന് ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നുന്നത്. കാരണം ഞാൻ തൽക്കാലത്തേക്ക് നിങ്ങളോടൊക്കെ വിട പറയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൽക്കാലികമായിട്ടുള്ള എൻ്റെ അവസാനത്തെ കഥയാണിത് എന്നുള്ളതും ഇനി എൻ്റെ കംബാക്ക് കുറച്ച് കഴിയുമെന്നുള്ളതും. അപ്പം എന്തോ വല്ലാത്തൊരു വിഷമം. നിങ്ങളൊക്കെ എനിക്ക് നല്ലോണം മിസ് ചെയ്യും. നിങ്ങൾക്കും എന്നെയും എൻ്റെ കഥകളെ മിസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കംബാക്കിലും ഇപ്പോഴുള്ളവർ അപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. പിന്നെന്താ, എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും നിൽക്കുക. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റുമാണെന്നുണ്ടെങ്കിൽ, ഉറപ്പൊന്നുമില്ല, ഞാൻ 2 കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, റെക്കോർഡൊക്കെ ചെയ്യാൻ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ ആ സ്റ്റോറി ഇടുന്നതായിരിക്കും. ഒരു ലോങ് വീഡിയോക്ക് ഞാൻ എന്തായാലും എൻ്റെ കംബാക്കിലെ സമയത്ത് ലോങ് വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ പെൻഡിങ്ങിൽ വെച്ച് എല്ലാ സ്റ്റോറികളും നമുക്ക് ചെയ്യാം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം. പിന്നെന്താണ്, എല്ലാവരും എന്നെയും എൻ്റെ കഥകളെയും മറക്കില്ലെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ മറക്കില്ല. നിങ്ങൾ തന്ന സപ്പോർട്ട് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ തന്ന സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു കഥയോ ചാനലോ ഒന്നിനും ഞാൻ മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ ഇത്രയും സപ്പോർട്ട് എനിക്ക് തന്നതിന് എല്ലാവരോടും മനസ്സ് തട്ടി ഞാൻ നന്ദി പറയാണ്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നു. എന്തായാലും നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഫുള്ളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും. അപ്പം മിസ് യു ഓൾ. ടേക്ക് കെയർ. മാളു, ഇവിടെ ഇവിടെ. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അജീവ് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല ഏട്ടാ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഏട്ടൻ്റെ റൂം ഇവിടെ അടുത്താണോ? ആ, കുറച്ചുണ്ട്, അരമണിക്കൂറുണ്ട്. ഇതാണ് റൂം. പിന്നെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. ഞാൻ ഒരാളല്ലേ ഉള്ളൂ, ഒരാൾക്കുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് മാത്രമാണിത്. പിന്നെ നിങ്ങളിപ്പോൾ ദൂരത്ത് നിന്ന് വന്നല്ലേ, അതുകൊണ്ട് റെസ്റ്റ് എടുത്തോളൂ. ഒരു കാര്യം ചെയ്തോളൂ, അഖിൽ താ റൂം എടുത്തോ. ഇവിടെ ആ ഒറ്റ ബെഡ്റൂം ഉള്ളൂ, അതുകൊണ്ട് താ ബെഡ്റൂം എടുത്തോ. ഞാനും മാളും കൂടി ഹാളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ ഏട്ടാ, അതൊന്നും വേണ്ട. മാളു ബെഡ്റൂമൊക്കെ കിടന്നോട്ടെ, ഞാനും നമുക്ക് രണ്ടാം കൂടെ ഹാളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്നാൽ പിന്നെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഫുഡ് ഞാൻ ടേബിൾ മേൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ച് കിടന്നോ. എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ എത്തിക്കോളാം. ആ, എന്താടോ? അത് പിന്നെ സോറി. എന്തിന്? അല്ല, ഞാൻ ഇന്നലെ ഫോണിൽ കൂടെ റൂഡായിട്ട് സംസാരിച്ചത്. ഓ, അതാണോ? അതൊന്നും പ്രശ്നമില്ലല്ലോ, ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടൊന്നുമില്ല. എന്നാലും സോറി. താനത് വിടടോ. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ വരുന്നെന്നുള്ളത്? ഇല്ല, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, നീയും പറയണ്ട. ഇപ്പം നമ്മളത് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും, അതിനൊന്നും നമ്മളടുത്ത് ഉത്തരമില്ല. നമുക്ക് മാഷിൻ്റെ ജാനിനെ കണ്ടെത്തിയതിന് ശേഷം ഒക്കെ അവരോട് പറയാം. എന്നാൽ പിന്നെ ആക്കിയേട്ടൻ പോയി കിടന്നോ. എനിക്കും നല്ല ക്ഷീണമുണ്ട്. ഏട്ടൻ വരുമ്പോഴത്തെ കുറച്ച് സമയം. മാളൂട്ടി, നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അഖി എവിടെ? അഖിയേട്ടൻ അവിടെ അതിനോട് സംസാരിച്ചോണ്ട് നിൽക്കുക. ഓ, നിങ്ങൾ ഒരുമിച്ച് നടന്ന കാര്യം അവർക്ക് അറിയില്ലല്ലേ? ഇല്ല, ഇപ്പം തൽക്കാലത്തേക്ക് പറയേണ്ടെന്ന് അഖിയേട്ടൻ പറഞ്ഞത്. അതേതായാലും നന്നായി. ഏട്ടൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇന്നലെ എൻ്റെ മൂഡ് ശരിയല്ല എന്നോട് ചോദിക്കാതെ വന്നത്. നിനക്കെന്താ ആ മാഷിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം ഇൻട്രസ്റ്റ്? നീ ഇന്നേ വരെ വേറൊരാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഏട്ടൻ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഞാനും എന്നോട് പലവട്ടം ചോദിച്ചതാണ്, എന്താ മാഷിന് ഇത്രമാത്രം പ്രത്യേകത എന്നുള്ളത്. എനിക്കറിയില്ല ഏട്ടാ, പക്ഷെ ആ മാഷിൻ്റെ കാത്തിരിപ്പ് കണ്ടാണ്ടല്ലോ ആരെ ഉള്ളൊന്ന് പിഴഞ്ഞു പോകും. അത് മാത്രമല്ല ഏട്ടാ, ജാനി മാഷും തമ്മിൽ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ജാനിക്ക് എന്തായിരിക്കും പറ്റി? നിങ്ങളൊന്നും പറയുന്ന മാതിരി അവൾ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കൂല. മാഷിൻ്റെ സ്ഥാനത്തൊക്കെ അവൾക്കൊരാളെ കാണാനും പറ്റൂല. എന്തായാലും മാഷിന് വേണ്ടി അവൾ ഏതറ്റം വരെ പോകുമെന്ന് ഉറപ്പാണ്. എന്നിട്ടും അവൾക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അങ്ങനൊരു രീതിയിൽ അവൾ ലോക്കായി പോയതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു തടസ്സം. അവൾക്ക് ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു തടസ്സം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റാനാണ് ഞാൻ വന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഏട്ടാ, എനിക്ക് എന്തായാലും അവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. ആ, നീ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒന്നിക്കാൻ പറ്റട്ടെ. നീ പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് മാഷിനെ കുറിച്ചുള്ളൂ. എന്നാലും ഞാനും പ്രാർത്ഥിക്കുകയാണ് അവർ കാത്തിരിക്കുന്ന അവസാനം ഉണ്ടാവട്ടെ എന്നുള്ളത്. അതൊക്കെ പോട്ടെ, നിൻ്റെ പ്ലാൻ എന്താ? എവിടുന്ന് തുടങ്ങാൻ നിൻ്റെ പ്ലാന്? വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് കണ്ടെത്താനുള്ളത് അത്ര ഈസി അല്ല. എനിക്കറിയാം ഏട്ടാ, ഒന്നും അത്ര ഈസി അല്ല എന്നുള്ളത്. ഒക്കെ അറിഞ്ഞിട്ട് തന്നെ ഞാനിന്ന് ഇറങ്ങി തിരിച്ചത്. എത്ര ബുദ്ധിമുട്ടിട്ടാലും ശരി, ഞാൻ ജാനിനെ കണ്ടെത്തും.
ആ പറ്റട്ടെ, എന്തായാലും ഞാൻ നിന്നെ തളർത്തുന്നില്ല. നിൻ്റെ കൂടെ എന്തിനേതിനും ഞാനും അഖിലും ഉണ്ടാവും. എൻ്റെ മാളൂട്ടി ഒരു മയത്തിലൊക്കെ ഒന്ന് വായി നോക്കടി. ആഗ്രഹം ഞാനിട്ടാണോ ഏട്ടാ? ഓ പക്ഷെ ഇങ്ങനെ കണ്ട ആർക്കും ഒന്ന് മയത്തിൽ നോക്കാൻ തോന്നുന്നത് എന്തൊരു ലുക്കല്ലേ. എൻ്റെ മാളു, നീ നിൻ്റെ ഏട്ടനോട് അതൊക്കെ പറയാനുള്ള ബോധം വേണം. സത്യം പറയട്ടെ, എനിക്കില്ലല്ലോ അവനെ നിൻ്റെ കൂടെ പറഞ്ഞേക്കാൻ നല്ല പേടിയുണ്ട്. നീ അവനെ വല്ലതും ചെയ്താലോ? അതെയല്ലേ, ശരിക്കും പറഞ്ഞാൽ എനിക്കും ആ പേടിയുണ്ട്. ഞാനിനി അങ്ങനെ വല്ലതും ചെയ്യോ? എൻ്റെ മാളു പറയിപ്പിക്കല്ലേടി. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ പെട്ടെന്ന് ഉറങ്ങിപ്പോയില്ലേ? ഇന്നലെ അതിനോട് സംസാരിച്ച് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. എന്നാൽ പിന്നെ അഗ്ഗി അങ്ങോട്ട് ഇരിക്കും, ഞങ്ങളിപ്പോൾ ഫുഡ് ആയിട്ട് അങ്ങോട്ട് വരാം. ഇന്ന് മാളൂൻ്റെ സ്പെഷ്യലാ. മാളു, താൻ എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ല മഹേട്ടനോട് ഒറ്റക്കാവുമ്പോൾ എങ്ങനെ? മഹേട്ടന് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? ബെസ്റ്റ്. ഏട്ടൻ കിച്ചണിൽ കയറി കഴിഞ്ഞാലേ കിച്ചൺ നിന്ന് കത്തും. അങ്ങനൊന്നുമില്ല കേട്ടോ, അവൾ ചുമ്മാ പറയാ. എനിക്ക് കുക്ക് ചെയ്യാൻ സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ്. സമയം കിട്ടിയിട്ടും കാര്യമില്ല. ഏട്ടന് കുക്ക് ചെയ്യാനേ അറിഞ്ഞൂടാ. എന്തിനൊരു ക്യാരറ്റ് പോലും അറിയാൻ അറിഞ്ഞൂടാ. ഗ്യാസ് കത്തിക്കാൻ അറിയാവുന്ന ആർക്കറിയാം? മാളു മഹിനിട്ട് ഊക്കി വിടുന്നുണ്ടായിരുന്നു. നന്നായിട്ട് അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ. മഹിയാണെങ്കിൽ അഖിലിനിടയിൽ നല്ലോണം ചമ്മി പോയിട്ടുണ്ടായിരുന്നു. തനിക്കിട്ട് പണി തന്നതോടെ തന്നെ തിരിച്ച് മാളുവിനിട്ടൊരു പണി കൊടുക്കണമെന്ന് മഹിയും തീരുമാനിച്ചു. മാളു, നീ ഇപ്പം സ്വപ്നം കാണാറുണ്ടോ? ഏത് സ്വപ്നം? ഏത് സ്വപ്നം എന്നോ? നീ എപ്പോഴും കാണാറുള്ള സ്വപ്നം അഖിക്കറിയോ? ഇവളുടെ സ്വപ്നം കാണുന്നതിനെ കുറിച്ചിട്ട് എപ്പം നോക്കിയാലും ഒരാളെ സ്വപ്നത്തിൽ കാണും. ഒരു ദിവസം ഉണ്ടല്ലോ ഇവിടെ ഞാൻ വിളിക്കാൻ ചെന്നപ്പോണ്ടല്ലോ. ഏട്ടാ ഒന്ന് നിർത്തിക്കേ. അഖിയേട്ടനല്ലേ ആ സ്വപ്നത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? എല്ലാം പറഞ്ഞിട്ടുണ്ടോ മാളു? നീ ആരാ കാണുന്നത് നീ പറഞ്ഞിട്ടുണ്ടോ മാളു? ഏട്ടാ നിങ്ങളെന്നെ ഡെഡ് ബോഡി ആക്കിയിട്ട് അടങ്ങുള്ളൂ. എന്നിട്ട് ഊക്കി വിടുമ്പോൾ നീ ആലോചിക്കുന്നത് തിരിച്ച് നിനക്ക് പണി കിട്ടുന്നുള്ളത്. ഏട്ടാ സോറി പ്ലീസ് നിർത്ത്. അഖിയേട്ടൻ നല്ല സീനായിരിക്കും. അല്ല, അതിന് മാളു ആ സ്വപ്നത്തിലുള്ള ആളുടെ മുഖം കണ്ടിട്ടില്ല പറഞ്ഞത്. അതൊക്കെ അവള് ചുമ്മാ പറഞ്ഞ, അവള് ഫേസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ല മാളു? ഇങ്ങേരത് മിക്കവാറും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ജാനി ആയിരിക്കില്ല എൻ്റെ ഡെഡ് ബോഡി ഇരിക്കും നാട്ടിലേക്ക് എത്തണ്ടാവുക. മാളു, അപ്പൊ നീ മുഖം കണ്ടിട്ടുണ്ടോ? നീ എന്നോട് ഇല്ലാന്നല്ലേ പറഞ്ഞത്? അത് പിന്നെ കണ്ടു എന്ന് പറയാനാണെങ്കിൽ അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴും കുറച്ച് ബ്ലറായിട്ട് തന്നെയാണ്. അത്ര ക്ലിയർ ആയിട്ടില്ല ആളുടെ ഫേസ്. ശരിക്കും ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല? ശരിക്കും? ഏട്ടാ അറിയാൻ മേലത്തോട് ചോദിക്കാം. നിങ്ങളുടെ ഏട്ടനാണോ അല്ലെങ്കിൽ കാലനാണോ? ഏട്ടാ എന്നാൽ ഞങ്ങൾ ഇറങ്ങാണ്. പോയിട്ട് വാ. പിന്നെ മാളു, ഇതാ കീ നീ കയ്യിൽ വെച്ചോ. എൻ്റെ അടുത്ത് വേറെ എക്സ്ട്രാ കീ ഉണ്ട്. അഥവാ നിങ്ങൾ എനിക്ക് മുന്നേ എത്തുകയാണെങ്കിലേ തുറന്ന് കയറാമല്ലോ. മാളും അഖിലും കൂടിയും ജാനിനെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയിട്ടും അവർക്ക് ജാനിനെ പറ്റി ഒന്നും തന്നെ അറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു. മഹി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിറ്റിയിൽ അവളെ കണ്ടുപിടിക്കാൻ അത്ര ഈസി അല്ലായിരുന്നു. അത്രയെന്നല്ല, ഈസിയേ അല്ലായിരുന്നു. മഹിക്കും അഖിലിനും ഇത് തുടങ്ങുമ്പോൾ തന്നെ അറിയായിരുന്നു ഇതിൻ്റെ ഒടുക്കം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്നുള്ളത്. പക്ഷെ മാളു അവൾ ഇപ്പോഴും അവളുടെ പ്രതീക്ഷ കൈവിട്ടിട്ടേ ഇല്ലായിരുന്നു. എത്രയൊക്കെ മഹിയും അഖിലും അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും അവൾ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലായിരുന്നു. മാളൂട്ടി, ഏട്ടൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. നീ വിചാരിക്കുന്ന മാതിരി നിനക്ക് ജാനിനെ കണ്ടെത്താനൊന്നും പറ്റൂല. നീ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ നോക്ക്. ഇല്ലേട്ടാ, ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ജാനിയും കാണും. മാളു, നീ ഇത് എന്തിനാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത്? എന്തിനു വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നത്? അതിന് മാത്രം ആരായാലും നിന്റെ മാഷ് എൻ്റെ ആരുമല്ല. പക്ഷെ മാഷിൻ്റെ കഥയൊക്കെ കേട്ടപ്പോണ്ടല്ലോ എനിക്ക് എന്നെ തന്നെ മാഷിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. മാഷ് സ്നേഹിക്കുന്ന ആൾ മാഷിനെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അതില്ല. ഏട്ടാ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന വിചാരിച്ചിട്ടൊരു കാത്തിരിപ്പുണ്ടല്ലോ, അതിന് വല്ലാത്ത വേദനയാണ് ഏട്ടാ. ഒരു പക്ഷേ അയാൾ വരൂല എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് കുറച്ച് വിഷമം തോന്നുമായിരിക്കും. എന്നാലും ചിലപ്പോൾ നമ്മളന്ന് മൂവ് ഓൺ ചെയ്യും, ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ വരുമോ ഇല്ലയോ എന്നറിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഒരു ഭ്രാന്തമായൊരവസ്ഥ. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ഏട്ടനൊന്ന് ആലോചിച്ച് നോക്ക്. മാഷിൻ്റെ ജാനി ജീവിതത്തിലേക്ക് വരുമോയെന്ന് പോലും അറിയാതെ കാത്തിരിക്കുന്നത്. എൻ്റെ അവസ്ഥ അതന്നെയല്ല ഏട്ടാ.
അഖിയേട്ടൻ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കുമെന്ന് പോലും എനിക്കറിയില്ല. എന്നെ തിരിച്ച് ഇഷ്ടപ്പെടുമെന്നും അറിയില്ല. എൻ്റെ ലൈഫിലേക്ക് വരുമെന്നും അറിയില്ല. പക്ഷെ ഞാനിപ്പോഴും അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ലേ. മാളൂട്ടി, നിൻ്റെയും അഖിലിൻ്റെയും മാതിരിയല്ല മാഷും ജാനിയും. നിങ്ങളുടെ രണ്ടുപേരുടെ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഏട്ടൻ പറഞ്ഞത് ശരിയാ, വ്യത്യാസമുണ്ട് അതിൽ. എന്താണെന്നറിയോ, മാഷ് ഒരുപാട് സ്നേഹിക്കുന്ന ജാനി മാഷിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് അകലാണെങ്കിലും അടുത്തുള്ളത് പോലാണ്. പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾ എൻ്റെ തൊട്ടടുത്തുണ്ട്, എന്നാലും ഒരുപാട് അകലുള്ള പോലെ, കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും ദൂരത്തുള്ളത് പോലെ. മാളൂട്ടി ഏട്ടാ പ്ലീസ് പ്ലീസ്. എന്തായാലും വാ, വന്ന് കിടക്കാം. നീ ഒരുപാട് അലഞ്ഞതല്ലെന്ന്, നല്ല ക്ഷീണം കാണും. ഹലോ, ശരിക്കും ആണോ? ആ, എപ്പോ? ഓ, താങ്ക് യു സോ മച്ച്. നീ ഇപ്പം ചെയ്തു തന്നിട്ടുള്ളൂ, വലിയൊരു ഉപകാരമാണ്. അല്ല, എങ്ങനെ നിനക്ക് കിട്ടി? ആണല്ലേ? ആ, ഓക്കെ എന്നാൽ ശരി. ആ, എന്താ ഏട്ടാ, ആരാ വിളിച്ചത്? അത് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു നീ തന്ന അഡ്രസ്സ്. അവർക്ക് ആളെ കിട്ടി പോലും. കിട്ടിയോ? ആ, കിട്ടി. പക്ഷെ അവരിപ്പം സ്ഥലത്തില്ല. ഒരാഴ്ച എങ്ങനെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്നാണ് അടുത്ത് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയെന്ന്. ഇത് കേട്ടതും മാളും അവിടെ കിടന്ന് തുള്ളി ചാടാൻ തുടങ്ങി. അവൾക്ക് ഒരുമാതിരി ലോകം കീഴടക്കിയ ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അഖിയേട്ടാ, ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ്. അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ജാനിനെ കാണാം, ജാനിനെ കൊണ്ടുപോവാം, മാഷിനെ മുന്നിൽ എത്തിക്കാം. ഓ, എനിക്ക് ആ സീൻ ഇപ്പം തന്നെ ആലോചിച്ചിട്ട് കണ്ടോ ഗൂസ് ബംസ് വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും മാഷ് റിയാക്ട് ചെയ്യുക ഇത്രയും കാലത്തിന് ശേഷം വീണ്ടും? ഓ, അവളെ കാണുമ്പോഴാണ് മാഷിൻ്റെ റിയാക്ഷൻ. അതെനിക്കൊന്ന് കാണണം, അതെനിക്ക് കണ്ണ് നിറയെ കാണണം. മാളു, നിന്നെ കല്യാണം കഴിക്കുന്ന ആള് ഭാഗ്യവാനായിരിക്കും. അതിപ്പോൾ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ ജാനിൻ്റെ മാഷിൻ്റെ കാര്യമല്ല പറഞ്ഞോണ്ട് നിൽക്കുന്നത്. ആ, നീ പറഞ്ഞത് അവരെ കാര്യമാണെങ്കിലും ഞാൻ ആലോചിക്കായിരുന്നു, നിൻ്റെ ആരും അല്ലാഞ്ഞിട്ട് പോലും നീ ആ മാഷിന് വേണ്ടി ഇത്രയും ചെയ്യുന്നുണ്ട്. അയാളുടെ പ്രണയം അയാളിലേക്ക് എത്താൻ വേണ്ടി നീ അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിൻ്റെ ലൈഫിലേക്ക് ഒരാൾ വന്നാൽ നീ അയാളെ ശരിക്കും സ്നേഹിക്കും. മനസ്സറിഞ്ഞ് നിനക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിൻ്റെ ലൈഫ് പാർട്ട്ണർ ഭാഗ്യവാനായിരിക്കും എന്നുള്ളത്. ആണോ? അങ്ങനെയാണെങ്കിൽ ആ ഭാഗ്യവാനാവാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ? നീ ഇപ്പം എന്താ പറഞ്ഞേ? അയ്യോ, പറഞ്ഞ പോലെ ഞാൻ ഇപ്പം എന്താ പറഞ്ഞത്? ഓ, ചത്ത് അപ്പം അതിന് അഗേട്ട ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ, ജസ്റ്റ് ഫോർ എ ഫൺ. കേട്ടിട്ടില്ലേ? അങ്ങനെ അഗേട്ടൻ്റെ കാര്യം കിടക്കുന്നു കേട്ടോ. മാളും അത് തമാശ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയെങ്കിലും അഖിലിനുള്ളിൽ ആ ചോദ്യം കിടക്കുന്നുണ്ടായിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാളു അഖിലിനുള്ളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ആരും അല്ലാഞ്ഞിട്ട് പോലും ആ മാഷിന് വേണ്ടി അവൾ ചെയ്യുന്ന ഓരോന്നും കാണുമ്പോൾ അഖിലിന് എന്തെന്നില്ലാത്തൊരു ബഹുമാനവും സ്നേഹവും അവളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ബഹുമാനവും സ്നേഹവും പ്രണയമാവാൻ അധിക സമയവും വേണ്ടല്ലോ. ചുരുക്കി പറഞ്ഞ മഞ്ഞുമല ഉരുകി തുടങ്ങിയെന്ന്. ചേരും ഇവളുടെ മോഹസല്ലാപം തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. മനസ്സിൻ്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോല ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എൻ്റെ നെഞ്ചിനുൾ തുടിയായല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. മാളൂട്ടി, നീ ഇപ്പോഴാണോ എണീച്ച് വരുന്നത്? എന്തായാലും ഫ്രഷ് ആയിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. അഖിലിനെ വിളിച്ചോട്ടോ.
സോറി ഞാനൊന്നും കണ്ടിട്ടില്ല. സോറി, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതായിരുന്നു. മാളു ഒന്ന് അവിടെ നിന്നേ. എന്താ? ഓ, എന്നെ അങ്ങനെ കാണുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ മാളു? പക്ഷേ സ്വപ്നത്തിൽ എന്നെ അങ്ങനെ കാണുമ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ. സ്വപ്നം? ആ, സ്വപ്നം എന്താ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. നിന്റെ ഡ്രീമിൽ വരുന്ന ഡ്രീം ബോയ് ഞാനായിരുന്നു അല്ലേ? ഞാനങ്ങനെ അറിഞ്ഞതായിരിക്കും. മഹിയേട്ട ഇന്ന് ഫുള്ളും തിരക്കിലാണല്ലോ, എന്താ നേരത്തെ പോണോ? ആ, ഇന്ന് നേരത്തെ പോകണം. ഇന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ലേറ്റ് ആയാലേ ജോലിനെ വരെ ബാധിക്കും. അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. പിന്നെ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. അയ്യോ അത് വേണ്ട, ഞാനും മാളും കൂടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതല്ല, എന്തായാലും എനിക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങണമല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി വാങ്ങിച്ചിട്ട് വെക്കാം ഞാൻ ഇവിടെ. മഹിയേട്ടൻ ഞാൻ ധൃതി കാണിക്കണ്ട. എന്നാൽ പിന്നെ മഹിയേട്ടൻ പോയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാം. ഞാൻ മാളുവിനെ വിളിക്കാം. അഖിൽ മാളുവിനെ വിളിക്കാനായിട്ട് അവളുടെ റൂമിലേക്കായിട്ട് ചെന്നു. മാളുവിനെ എത്രയൊക്കെ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ലായിരുന്നു. അറിയാലോ, മാളുവിനെ കുത്തിപ്പൊക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല എന്നുള്ളത്. കുറച്ച് കഴിയുമ്പോൾ മാളു പാതി കണ്ണ് തുറന്ന് അഖിലിനെ നോക്കിക്കൊണ്ടായിട്ട് പറഞ്ഞു, യു അഗൈൻ. തനിക്ക് എന്താടോ, എപ്പം നോക്കിയാലും എൻ്റെ സ്വപ്നത്തിലും വന്ന് ഉറക്കവും കളയും. തനിക്ക് എന്തിൻ്റെ കേടാടോ? സ്വപ്നം ഞാനോ? അല്ലാതെ പിന്നെ ഞാനോ? വായ് അഖിയേട്ടാ, വായ്. എന്തിനങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോൾ സ്വപ്നത്തിൽ? ഇടയ്ക്കൊക്കെ ലീവ് എടുത്തൂടെ? മാളു അതും പറഞ്ഞ് വീണ്ടും ഉറക്കിലേക്ക് തന്നെ പോയി. മാളുവിന് ഉറക്കത്ത് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, മാളു കാണുന്ന സ്വപ്നം എങ്ങനത്തതാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതും കൂടി കേട്ടതോടെ അഖിലിൻ്റെ തലയത്തെ കിളികളെല്ലാം കിളിക്കൂടും ഉപേക്ഷിച്ച് ദേശാടനത്തിന് പോയി. അഖിൽ ഇത്രയും പറഞ്ഞപ്പം തന്നെ മാളുവിൻ്റെ തലക്കടി കിട്ടിയ അവസ്ഥയായിരുന്നു. അവൾ ആകെ ഫ്രീസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാളുവിന് എങ്ങനെ അഖിലിനെ ഫേസ് ചെയ്യണമെന്നും കൂടി അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കണ്ട കാലം അത്രയും നീ സ്വപ്നത്തിൽ കണ്ടത് എന്നായിരുന്നു? അതും എന്നെപ്പറ്റി നീ കാണുന്ന സ്വപ്നം ഇത്? അങ്ങനല്ല. എങ്ങനല്ല? നീ കണ്ട കാലത്തിൽ എന്നെ പറഞ്ഞു പറ്റിക്കില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു പറ്റിച്ചതല്ല. പറ്റിച്ചതല്ലേ? പിന്നെ ഇതിനെന്താ പറയാ? എന്ത് എക്സ്പ്ലെയിൻ? നീ എന്ത് എക്സ്പ്ലനേഷൻ എനിക്ക് തരാൻ പോകുന്നത്? എന്താ ഞാൻ കേൾക്കേണ്ടത് മോളു? അപ്പോൾ ഈ കണ്ട കാലത്തിൽ നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു. എന്നോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് ഫ്രണ്ടായിട്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിക്കായിരുന്നു അല്ലേ? അങ്ങനെയല്ല. എനിക്ക് അറിയില്ലായിരുന്നു. അഖിലിനോട് എങ്ങനെയാണ് ഇഷ്ടം പറയേണ്ടത് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്കും അറിയില്ലായിരുന്നു? നിനക്കൊന്നും അറിയില്ല, പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ നിനക്കറിയാം. അങ്ങനെയല്ല, ഞാൻ ഇഷ്ടം പറഞ്ഞ അഖിലിനെ ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അഖിലിനോട് ഫ്രണ്ടായാലും എന്നെ അടുത്തറിഞ്ഞാൽ അഖിലിന് എന്നോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അങ്ങനൊരു ഐഡിയ എടുത്തത്. എന്നിട്ട് പറ, ബാക്കി കൂടെ പറ മാളു. മാളുവിന് പിന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു. അഖിലിൻ്റെ നോട്ടം അവൾക്ക് കണ്ടു നിൽക്കാനും പറ്റുന്നില്ലായിരുന്നു. മാളു കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ടേ നിന്നു. ഇനി അഖിൽ അവൾക്ക് എന്താണോ തരുന്നത് അത് ഏറ്റുവാങ്ങാന്നുള്ളത്. അവൾക്കറിയായിരുന്നു ഇപ്പോൾ ഒരടി പൊട്ടുന്നുള്ളത്. എന്താ പേടിച്ചു പോയോ മാളു? നീ പറഞ്ഞ ശരിയാ. നിന്നെ അടുത്തറിഞ്ഞാൽ ആർക്കാരും എന്നോട് ഇഷ്ടം തോന്നും. നിന്നെ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് ഇഷ്ടം തോന്നി മാളു. ഐ ലവ് യു. ഐ മാഡ്ലി ലവ് വിത്ത് യു. ഇങ്ങനെ ഭ്രാന്തായതാണോ അതോ എനിക്ക് ഭ്രാന്തായതാണോ? നീ അതുപോലെ ഇത് സ്വപ്നമാണോ? സ്വപ്നമൊന്നുമല്ല, റിയൽ തന്നെയാണ് മാളു. വിൽ യു ബി മൈൻ? ഇന്നാണ് അവർ ജാനിനെ കാണാൻ വേണ്ടി പോകുന്ന ദിവസം. പറഞ്ഞതുപോലെ തന്നെ ആ വീടിന് മുൻപിലായിട്ട് അവർ എത്തുകയും ചെയ്തു. മൂവരും നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ഒരു പഴയ വീടായിരുന്നു, ഇരുനിലയുള്ള ഒരു പഴയ കെട്ടിടം. അവരാ വീടിൻ്റെ മുൻപിലെത്തിയിട്ടും വീടിൻ്റെ ഡോറിനായി മെല്ലെ തട്ടി. അപ്പോഴാണ് അവിടെ നിന്നും കണ്ടാൽ ഒരു 10-35 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി വന്നത്. ആരാ മനസ്സിലായില്ല. ഇതാണോ മാഷിൻ്റെ ജാനി? എനിക്കറിയില്ല, ഞാനൊരു പഴയ ഫോട്ടോ ആണ് കണ്ടത്. ഇത് ജാനകിൻ്റെ വീടല്ലേ? ആ, ജാനിൻ്റെ വീടുണ്ടായിരുന്നു. നിങ്ങൾ വരൂ, കയറിയിരിക്കോ. എനിക്കങ്ങോട്ട് മനസ്സിലായിട്ടില്ല, നിങ്ങൾ ജാനിൻ്റെ ആരാണ്? അത് എൻ്റെ ചേച്ചിൻ്റെ ഫ്രണ്ടായിരുന്നു ജാനകി.
അപ്പം ചേച്ചിക്ക് ഇപ്പോൾ സുഖമില്ലാതെ കിടക്കാണ്. അപ്പം ജാനിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ജാനിനെ കാണാൻ വേണ്ടി വന്നത്. പണ്ട് ചേച്ചിക്ക് അയച്ചൊരു കത്തുണ്ടായിരുന്നു, അതിലത്തെ അഡ്രസ്സ് വെച്ചിട്ടാണ് ഇപ്പം അന്വേഷിച്ച് വന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ജാനിനെ വിളിക്കുമോ? പെട്ടെന്ന് അത് കേട്ടതും അവരുടെ മുഖം ഒന്ന് മാറാൻ തുടങ്ങി. കുട്ടി, ജാനി ഇവിടെ ഇല്ല. പിന്നെ എവിടാണ് ജാനി? കുട്ടി, ജാനി ഞങ്ങളെ വിട്ട് പോയിട്ട് വർഷങ്ങളായി. ജാനി അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലോട്ടേക്ക് പോയതായിരുന്നു. അവിടെ എത്തുന്നതിന് മുൻപായിട്ടാണ് ട്രെയിന് പാളം തെറ്റി അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ എല്ലാവരും പോയി. ജാനിയും മുത്തശ്ശിയും അവളുടെ അമ്മയും എല്ലാവരും. ഇത് കേട്ടതോടുകൂടി മാളുവിൻ്റെ സകല നിലയും തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ഇരുന്നോർത്തുനിന്ന് ചാടി എഴുന്നേറ്റ് ഒരു ഭ്രാന്തിനെ പോലെ പറയാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് സേതുമാഷിനോട് പറയാൻ പോലും തോന്നിയില്ലേ? നിങ്ങൾക്ക് അറിയില്ലാണോ ആ പാവ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുള്ളത്? ഈ കണ്ട കാലത്രയും ആ പാവ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കായിരുന്നു. ഒരു വാക്കുപോലും നിങ്ങൾക്ക് ആ മനുഷ്യനോട് പറയാൻ തോന്നിയില്ലേ? എന്ത് മനസ്സാണ് നിങ്ങളുടേത്? കുട്ടി എന്തായി പറയണേ? സേതു ജാനിക്ക് വേണ്ടി കാത്തിരിക്കേ? അതിന് കാത്തിരിക്കാൻ അവൻ ഈ ലോകത്തുണ്ടായിട്ട് വേണ്ടേ? അവനും പോയില്ലേ ജാനിൻ്റെ പിറകെ തന്നെ? അറ്റാക്കാന്നായിരുന്നു അറിയാൻ സാധിച്ചിരുന്നത്. അവനൊരു പക്ഷെ താങ്ങാൻ പറ്റിക്കാണില്ലായിരിക്കും അവളുടെ മരണവാർത്ത. നിങ്ങളോട് ആരാ പറഞ്ഞ മാഷ് മരിച്ചു എന്നുള്ളത്? മാഷ് മരിച്ചിട്ടൊന്നുമില്ല. ആ പാവം ഇപ്പോഴും ജാനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വെറും കേട്ടറിവ് മാത്രമായിരുന്നു മാഷ് മരിച്ചു എന്നുള്ളത്. അത് സത്യമാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കായിരുന്നു. എന്നാൽ ആ പാവത്തിന് ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു. അത്രയും പറഞ്ഞും കൊണ്ട് മാളും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടായിട്ട് പോയി. എന്തൊക്കെ പറഞ്ഞോ പിന്നെ അവളത് കേൾക്കാനേ തയ്യാറായിട്ടില്ലായിരുന്നു. അവളുടെ പിറകെ തന്നെ മഹിയും അഖിലും ഉണ്ടായിരുന്നു. എന്തോ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാളുവിന് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല. അവൾ തിരിച്ച് നാട്ടിലോട്ടൊക്കെ തന്നെ വരാൻ തീരുമാനിച്ചു. അവളുടെ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം അവൾ കണ്ടു എന്നത്തെയും പോലെ തന്നെ കാത്തിരിക്കുന്ന സേതുവിനെ. ഞാൻ പറഞ്ഞില്ലേ അത് അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളത്. കണ്ടു, മാഷിപ്പോഴും ജാനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ്. അവരോടായിട്ട് അത് പറഞ്ഞും കൊണ്ട് മാളു സേതുവിനെ നോക്കുമ്പോഴായിരുന്നു അവൻ എങ്ങോട്ടോ നോക്കി ചിരിക്കുന്നതായിട്ട് അവൾ കണ്ടത്. അവൻ നോക്കുന്ന ദിശയിലേക്ക് നോക്കിയപ്പോഴാണ് അവിടുത്തെ ഗുൽമോഹർ മരങ്ങളിൽ ഗുൽമോഹർ പൂത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട സേതു ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പാവം, അവൻ്റെ വിചാരം ഗുൽമോഹർ പൂക്കുമ്പം ജാനി വരുന്നായിരുന്നല്ലോ. പക്ഷേ അവൻ്റെ കാത്തിരിപ്പെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അവനോട് എങ്ങനെ പറയുന്നു മാളുവിന് മനസ്സിലാവുന്നേയില്ലായിരുന്നു. തൻ്റെ പ്രതീക്ഷകളിലെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ പോവുകയാണെന്ന് എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അവൾ പതുക്കെ സേതുവിൻ്റെ അടുത്തേക്കായിട്ട് നടന്നു. ഇടറുന്ന ശബ്ദത്തോടു കൂടി അവനെ വിളിച്ചു. മാഷേ. ആ കുട്ടി, എത്രയായി കണ്ടിട്ട്? നോക്കൂ, ഗുൽമോഹർ പൂത്തു. 4:30 ട്രെയിന്. 4:30 ട്രെയിന് ഇന്നും വന്നില്ലല്ലോ മാഷേ? അല്ല, 4:30 ട്രെയിൻ വന്നു. സേതു അത് പറഞ്ഞു കേട്ടതും ഒരു ഞെട്ടലോട് കൂടി തൻ്റെ കയ്യിലെ വാച്ചിലേക്ക് മാളു നോക്കിയപ്പോഴായിരുന്നു സമയം 4:30 തന്നെയായിരുന്നു. അവരുടെ നാട്ടിലേക്ക് 5:45 എത്തേണ്ട ട്രെയിൻ അന്ന് നേരത്തെ എത്തിയതായിരുന്നു. സേതുവിൻ്റെ മുഖത്തെ സന്തോഷം കാണുന്തോറും മാളുവിൻ്റെ ഉള്ളിലെ വേദന കൂടിക്കൊണ്ടേ വന്നു. ഗുൽമോഹർ പൂത്തതും 4:30 ട്രെയിന് വന്നതും ജാനിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതാണെന്നാണ് സേതു കരുതുന്നത്. എന്നാൽ സേതു എങ്ങോട്ടോ ദൂരത്തേക്ക് നോക്കിക്കൊണ്ടായിട്ട് പറയുന്നത് കേട്ട് അവൾ വീണ്ടും ഞെട്ടി. ഗുൽമോഹറും പൂത്തു, 4:30 ട്രെയിനും വന്നു, ജാനിയും വന്നു. പെട്ടെന്നത് സേതു പറഞ്ഞു കേട്ടതും സേതു നോക്കുന്ന ദിശയിലേക്കായിട്ട് തന്നെ മാളവും നോക്കി. അപ്പോഴാണ് അവൾ കണ്ടത് ദൂരെ നിന്നും ഒരു പെൺകുട്ടി അവരുടെ നേരെ നടന്നു വരുന്നത്. അത് ജാനകിയായിരുന്നു. ജാനി, സേതുവിൻ്റെ മാത്രം ജാനി. അവൾ അവളുടെ അടുത്തേക്ക് നടക്കുന്തോറും മാളുവിനുള്ളിലെ സംശയങ്ങൾ കൂടിക്കൊണ്ട് നിന്നു. അപ്പോൾ ജാനകി മരിച്ചു എന്ന് അവർ കള്ളം പറഞ്ഞതായിരുന്നു. ഇനി അതല്ല, മഹിയും അഖിലും കൂടി അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അവളെ പ്രാങ്ക് ചെയ്തതായിരുന്നു ജാനകി മരിച്ചു എന്നുള്ളതെന്ന്. അവരുടെ അടുത്തേക്കായി നടന്നു വന്നുകൊണ്ട് ജാനകി സേതുവിനോട് പറഞ്ഞു. സേതുവേട്ടാ. ജാനി, എത്ര തന്നെ ഞാൻ കാത്തു നിൽക്കുന്നത്, ഇപ്പോഴാണോ നീ വരുന്നത്? സോറി സേതുവേട്ടാ, സോറി. ഇത്രയും കാത്തു നിർത്തിച്ചതിന് സോറി.
എന്നാലും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചില്ലേ? അതിൽ ഗുൽമോഹർ പൂക്കുമ്പോൾ ഇതേ ബെഞ്ചിലിരുന്ന് നമ്മൾ ഒരുമിച്ച് കാണുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു? ആ വാക്ക് ഞാൻ പാലിച്ചില്ലേ? എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് നീ എന്നെ ഒരിക്കലും കാത്തു നിർത്തിക്കില്ല എന്നുള്ളത്. നമുക്ക് പോവാം സേതുട്ടാ. കുട്ടി, ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങൾക്കിടയിലെ തടസ്സം മാറ്റിത്തന്ന് ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിച്ചതിന്. ഞങ്ങളെന്നാ പോട്ടെ. മോളെ, ഞാൻ പോവാണ്. ഞങ്ങളുടേതായ ലോകത്തേക്ക് ഞാൻ പോവാണ്. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തതിന് ഒരുപാട് നന്ദി. സേതു അത്രയും പറഞ്ഞുകൊണ്ട് ജാനിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അകലേക്കായി നടന്നു തുടങ്ങി. പെട്ടെന്നാണ് മാളു, മാളു, ഇവിടെ ആരുണ്ടെന്നാ നീ പറയുന്നത്? ഇവിടെ ആരുമില്ലല്ലോ അതിന്. അഖില അതും കൂടി ചോദിച്ചപ്പോൾ മാളൂർ ഞെട്ടലോടുകൂടി അകന്നു നീങ്ങുന്ന സേതുവിനെയും ജാനിനെയും നോക്കി. അവൾക്ക് ഇപ്പം അവളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നു. സേതുവും ജാനിയും അവരുടേതായ ലോകത്തേക്കായിട്ട് പോയി, ഒരിക്കലും മരണമില്ലാത്ത ലോകത്തേക്ക്. അവരുടെ പ്രണയം അനശ്വരമായിരുന്നു. അതുകൊണ്ടാണ് മരണത്തിന് പോലും അതിനെ തോൽപ്പിക്കാൻ കഴിയാതായി പോയത്. ഇനി അവർ ജീവിക്കട്ടെ, മരണമില്ലാത്ത ലോകത്ത് അവരിനി ജീവിക്കട്ടെ. ഇത്രയും എഴുതിയും കൊണ്ട് ആ കഥാകാരൻ തൻ്റെ എഴുത്ത് അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അയാളുടെ ഫോൺ റിങ് ചെയ്തിരുന്നത്. ഹലോ, ആടാ എഴുത്ത് കഴിഞ്ഞു. ആ, തിരക്കഥ കംപ്ലീറ്റ് ആണ്. ഓ, ഞാൻ അതിൻ്റെ പിറകെ തന്നെയാണ് ഇത്രയും ദിവസം. അതാ ഫോണൊന്നും എടുക്കാഞ്ഞത്. ആ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം, നീ ഡേറ്റ് പറഞ്ഞോ? ആ, ഓക്കെ. അപ്പോൾ ബാക്കി നമുക്ക് തിരശ്ശീലയിൽ കാണാം. എന്നാൽ ശരി. സേതു ഒരു പ്രശസ്ത സംവിധായകനാണ്. തൻ്റെ അടുത്ത സിനിമയായിരുന്നു സേതുവിൻ്റെ മാത്രം ജാനി എന്നത്. ആ സിനിമയ്ക്കുള്ള കഥയായിരുന്നു അവൻ ഇത്രയും ദിവസം എഴുതിക്കൊണ്ട് നിന്നതും. ബാക്കി സേതു പറഞ്ഞ പോലെ തന്നെ നമുക്കിനി തിരശ്ശീലയിൽ കാണാം. ഈ പൊണ്ടാട്ടി ഏണ്ടി കോപമാ? എന്താ സേതുട്ടാ, എന്നാലും എന്നെ കൊല്ലണ്ടില്ലായിരുന്നു. എൻ്റെ ജാനി, നിന്നാണോ ഞാൻ കൊന്നത്? അതാ സിനിമയുടെ കഥാപാത്രമല്ലേ, അതല്ലേ മരിച്ചത്? എന്നാലും എൻ്റെ പേരല്ല സിനിമകൾ ആ കഥാപാത്രത്തിനിട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നീ മാത്രമാണ്, ഞാനും അതിൽ മരിക്കുന്നില്ലേ? ജാനകി, ജാനകി എന്താ മോഹം കയറ്റി വെച്ചിരിക്കുന്നത്? അവളാ സിനിമയിൽ കൊല്ലണ്ടില്ലായിരുന്നു. എൻ്റെ ജാനി, അതൊരു സിനിമയിലെ കഥാപാത്രമല്ല, നീ അതും തലയിൽ കൊടുത്ത് നിൽക്കുക. അത് വിട് ജാനി. സേതു, എടാ നിങ്ങളെ 4 പേരുടെ റിയൽ ലവ് സ്റ്റോറി അല്ലല്ലോ ആ കഥ. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിയൽ ലവ് സ്റ്റോറി എന്താ? ഓ, ഞങ്ങളുടെ ലവ് സ്റ്റോറി. എൻ്റെ പൊന്നേ, അത് ഓർമ്മിപ്പിക്കല്ലേ. നീ കേട്ടിട്ടുണ്ടോ, ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാന്നുള്ളത്? ആ, അതുപോലൊരു ചോദ്യത്തിലാണ് ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞത്. സേതു പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ ചോദ്യം കൊണ്ടായിരുന്നു അവൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ ആദ്യം സേതുവിനെ കുറിച്ച് പറയാം. സേതുവിൻ്റെ അച്ഛനായിരുന്നു മാധവൻ, അമ്മ വസുന്ധരയും. സേതുവിൻ്റെ ഒരു അനിയത്തിയായിരുന്നു ഉണ്ടായിരുന്നത്, പാർവതി. സേതുവിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു മഹാദേവൻ. മഹാദേവൻ്റെ അനിയത്തിയായിരുന്നു ജാനകി. ഒരിക്കൽ മഹാദേവനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പോയത് മാത്രമേ സേതുവിന് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാം ഒരു സ്വപ്നം പോലെയായിരുന്നു. ജാനി, നിന്റെ ഏട്ടനവിടെ? ഏട്ടൻ കുളിക്കാവ, കയറിയിരിക്കും. ജാനി, ഇങ്ങനൊക്കെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ വേണ്ടേ? ഓ, അതിനെന്താ അച്ഛാ, സേതുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു. ജാനകി പെട്ടെന്ന് അത് പറഞ്ഞു കേട്ടത് സേതുവിൻ്റെ കിളി പോയി. പിന്നെ സേതു നോക്കുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കാരൊക്കെ പറന്നു വരുന്നുണ്ടായിരുന്നു. സേതു മോനെ, കയ്യബദ്ധമൊന്നും കാണിക്കില്ലടാ. നിനക്ക് അങ്ങനെ വല്ല ഇഷ്ടമുള്ള നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഞങ്ങൾ നടത്തി തരില്ലേ? ബാനു, നീ വസുവിനോട് കാര്യം പറയും, അല്ലെങ്കിൽ വേണ്ട ഞാൻ മാധവനോട് പറയും. അയ്യോ, അച്ഛനോടും അമ്മനോടൊന്നും പറയല്ലേ, ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ല. എടാ സേതു,
നിനക്ക് അങ്ങനെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് എന്നോടല്ല പറയേണ്ടത്. എൻ്റെ മഹി നീയെങ്കിലും ഒന്ന് വിശ്വസിക്കുക. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഒരു കുശലാന്വേഷണം ചോദിച്ചതാ. ഏയ് അല്ല കേട്ടോ, എന്നോടിപ്പം ചോദിച്ചിട്ടുള്ളൂ കെട്ടണ്ടേന്ന്. കെട്ടണ്ടേന്നോ? അതിന് എന്നെ കെട്ടണ്ടേന്നാണോട് ഞാൻ ചോദിച്ചത്. സേതുവേട്ടൻ ഒന്നും പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കൊച്ചു കള്ളൻ, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞ 4 മക്കളായനപ്പോൾ. ഇതേ ജാനി, ഒരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ആദ്യം ഞാനൊന്ന് വീട്ടിൽ കയറി പറ്റട്ടെ, എന്നിട്ട് നിനക്കുള്ള പാല് ഞാൻ ഇട്ട് തരാം, പോരെ? സത്യ, എനിക്ക് ഈ ബന്ധത്തിന് എതിർപ്പൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പക്ഷെ പാർവതി നിൽക്കുമ്പോൾ ഞാനെങ്ങനെയാണ് സേതുവിൻ്റെ കല്യാണം ആദ്യം നടത്തുക? അതെ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയും അത് പറയാതിരിക്കുന്നതിന് അർത്ഥമില്ല. ഒരു പക്ഷേ ഞാൻ ഇനിയും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ഏട്ടനോട് ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. എന്താ ജാനി, എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ പറു, നിനക്കറിയോ എൻ്റെ ഏട്ടനെ തന്നെ ഒരുപാട് ഇഷ്ടമാടി. എൻ്റെ ഏട്ടനെ ചെങ്കും ചെങ്കടിപ്പോണ് നീ. ഏട്ടനോ? ഏതേട്ടൻ? ഇതൊക്കെ ഞാനത് വെറുതെ ഏട്ടനുണ്ടോ? എന്നിട്ട് നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ജാനി? എൻ്റെ പൊന്ന് പാറു, അഭിനയിച്ച കൊളാക്കല്ലടി. സോറി ജാനി, നീ പറഞ്ഞ സത്യമാണോ? അതേ സത്യമാണ് അമ്മേ. ഒരു ദിവസമല്ലേ ഞാൻ പോയി നോക്കുമ്പോണ്ട് എലിവേഷം കയ്യിൽ വെച്ച് നിൽക്കുക. ചോദിച്ചപ്പോൾ പറയാണ് എൻ്റെ ജീവിതത്തിൽ പാർവതി ഇല്ലാതൊരു പെണ്ണില്ലാന്ന്. ഹോ, എങ്ങനെയൊക്കെയാണ് അന്ന് ഞാൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനിയും നമ്മൾ ഈ കല്യാണത്തെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അമ്മ ഏട്ടൻ ചിലപ്പോൾ അരുതാത്ത വരും ചെയ്യും. ഇവളത് ഏതേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? നിൻ്റെ കാര്യം തന്നെ, അല്ലാണ്ട് വേറെ ആരുത്. എന്നാലും എനിക്കിപ്പോഴാണ് സമാധാനം. ഞാൻ മാത്രമല്ലോ, നീയും പെട്ടല്ലോ. എന്നാലും എൻ്റെ ബാനു, നമുക്ക് നമ്മുടെ മക്കളെ മനസ്സറിയാൻ പറ്റാതായി പോയല്ലോടി. അതേ വസു, ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കണ്ട. ഏട്ടാ, കല്യാണം എത്രയും പെട്ടെന്ന് വെച്ച് നടത്തുക. സന്തോഷമായില്ലേ മഹിയേട്ടാ? എന്തിന്? അതെ, അറിയാമേനത്തോണ്ട് ചോദിക്കാം, എന്താ രണ്ടിൻ്റെ ഉദ്ദേശം? ഒരു ഉദ്ദേശം അങ്ങനെ കല്യാണം ഷടപടേന്ന് പറഞ്ഞ് കഴിഞ്ഞു. അല്ല, വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു സേതുവും മഹിയും. എന്നാൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ സേതുവിനും മഹിനി മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് നിൽക്കായിരുന്നു പാർവതിയും ജാനകിയും. അപ്പോൾ പിന്നെ അവസരങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ വീട്ടുകാരൊന്നും നോക്കില്ല, പിടിച്ച് കെട്ടിച്ചു. ഇതായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി. ഒരൊറ്റ ചോദ്യം മതി നിൻ്റെയൊക്കെ ജീവിതം മാറി മറിയാന്ന്. വെറുതെ അല്ല സുരേഷ് ഗോപി പറഞ്ഞത്. എന്നാലും ഞാൻ എന്തിനേ പോയി ചോദിച്ചേ? ഒരു പൂ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരു പൂക്കാലം തന്നെ അവർ ഞങ്ങൾക്ക് സമ്മാനിച്ചു.